ഇതിപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഒന്നാകെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. രണ്ട് വാർത്തകൾ ഒരേ സമയത്ത് വരികയാണ്. വിൻസി അലോഷ്യസിന്റെ പരാതി അതിപ്പോൾ ആ സിനിമയുടെ ICCക്ക് നൽകപ്പെടുന്നു. ഒപ്പം തന്നെ ആ വെളിപ്പെടുത്തലിൽ സംഘടനയ്ക്ക്, സിനിമാ സംഘടനയ്ക്കടക്കം പരാതി ആ നടി നൽകുന്നുണ്ട്. അതിലിപ്പോൾ എങ്ങനെയാണ് സംഘടന പ്രതികരിക്കുന്നത്? അതിന് പിന്നാലെ വന്നതാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവമാണ്. ഡാൻസ് ഓപ്പറേഷനൊക്കെ ഒരു ഹോട്ടലിൽ നിന്നും നടൻ ഇറങ്ങി ഓടുന്നു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതിൽ മറുപടി പറയേണ്ടത്, അതിൽ നടപടിയെടുക്കേണ്ടതൊക്കെ സിനിമാ സംഘടനകളാണ്. ഇപ്പൊ ഫെഫ്കെ ഒക്കെ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? റാഫി. പ്രജീൻ, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് വിൻസി അലോഷ്യസ് ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകിയാൽ ആ പരാതിയിൽ ശക്തമായ നടപടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ്. ബി രാകേഷ് ആണ് നമ്മളോട് പ്രതികരിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്നത് സിനിമകളിൽ നിന്ന്, ഇനിയുള്ള സിനിമകളിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തുന്നതടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടക്കുമെന്നുള്ളതാണ്. വിൻസി അലോഷ്യസിൽ നിന്ന് പരാതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പരാതി രേഖാമൂലം ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ശക്തമായ നടപടിയോടുകൂടി സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ വിൻസി അലോഷ്യസ് അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഫിലിം ചേംബർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടും എല്ലാം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ലഹരി ഉപയോഗം സിനിമാ സെറ്റുകളിൽ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാടാണ്. ആ നിലയിൽ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വിൻസി അലോഷ്യസിന്റെ ഒരു പരാതി അത് ലഭിച്ചാൽ ഷൈൻ ടോം ചാക്കോയെ ഇനിയുള്ള സിനിമകളിൽ ഒരു തരത്തിലും സഹകരിപ്പിക്കില്ല എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതോടുകൂടി ഷൈൻ ടോം ചാക്കോയുടെ ഭാവി അത് സിനിമയുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലാക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. കാരണം എല്ലാ സംഘടനകളും ശക്തമായ നിലപാട് ലഹരിക്കെതിരെ എടുക്കുന്നു. വിൻസി അലോഷ്യസിന്റെ ആ ഒരു പ്രതികരണത്തിന് ശേഷം എല്ലാ സംഘടനകളും ശക്തമായ പിന്തുണ നടിക്ക് നൽകുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാ സംഘടനകളും നടിയിൽ നിന്നൊരു പരാതി ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാകുന്നു. അങ്ങനെയാണ് വിൻസി അലോഷ്യസ് ഇന്നലെയും ഇന്നുമായി പരാതികൾ നൽകുന്നത്. ഈ പരാതികളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഈ പരാതി പരിശോധിക്കുകയാണ്. അതിനുശേഷമുള്ള ശക്തമായ നടപടികളിലേക്കായിരിക്കും കടക്കുക. നേരത്തെ ഫെഫ്കെ ബി ഉണ്ണികൃഷ്ണൻ വിഷ്ണു കേൾക്കാമോ? മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ വിഷ്ണു ഈ വാർത്തയിൽ? SKN വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടി, ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നുള്ള കാര്യമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഷൈൻ ടോം ചാക്കോക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മുറിയിൽ നിന്ന് ചില തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സിപ്പ് കവർ, അതായത് ലഹരി ഉപയോഗിക്കുന്ന സിപ്പ് കവർ അടക്കമാണ് ഡാൻസ് ഓഫ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ 5 അംഗ ഡാൻസ് ഓഫ് സംഘമാണ് ഈ സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തി. ആ പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന്, ഈ മുറിയിൽ നിന്ന് ജനൽ വഴി ഊർന്ന് താഴേക്ക് ഇറങ്ങി ആ റിസപ്ഷനിലൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുക. ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നു. അതിന് ഈ ശാസ്ത്രീയമായ തെളിവുകളൊക്കെ വേണ്ടിവരും. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് സമാഹരണമൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടത്തും. ഒരു പക്ഷേ കേസെടുക്കാനുള്ള നടപടിയിലേക്കടക്കം അന്വേഷണ സംഘം പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ഒരു പ്രധാനപ്പെട്ട നടൻ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ പരിശോധനയ്ക്കിടെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. അയാൾക്ക് എന്തൊക്കെയോ മറക്കാനുണ്ട്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ റിസ്ക് എടുത്ത് 314 മുറിയിൽ നിന്ന് ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങി ഓടേണ്ട സാഹചര്യം അയാൾക്കില്ല. അതുകൊണ്ട് എന്തൊക്കെയോ അയാൾക്ക് മറച്ചു വെക്കാനുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് അത്തരത്തിൽ സംഭവിച്ചതാണ്. വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുണ്ട്. വിശദമായ അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ ഈ നടി വിൻസി അലോഷ്യസിന്റെ മൊഴി എക്സൈസ് എടുക്കും. അതും ഷൈൻ ടോം ചാക്കോക്കെതിരെയാണ്. ആ മൊഴിയും ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ എക്സൈസും ഷൈൻ ടോമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിശദമായ അന്വേഷണത്തിന് ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് എക്സൈസും പോലീസും മാറുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ചരിത്രത്തിൽ സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ഒരു നടനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. അതും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന അതീവ ഗൗരവമുള്ള, ഒരുപക്ഷെ മലയാള സിനിമയെ നാണിപ്പിക്കുന്ന ഒരു കാര്യമാണ് എറണാകുളത്ത് നടന്നത്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും. SK